ഒരു മണ്ഡലത്തിന്റെ ഭാവി ശരിക്കും തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രീയക്കാരോ അതോ അവിടുത്തെ ജനങ്ങളോ? ഇന്ന് നമ്മൾ കേരളത്തിലെ വള്ളിക്കുന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരുടെ ശബ്ദവും കൃത്യമായ കണക്കുകളും ഒരുമിപ്പിച്ച് ഒരു നല്ല ഭരണത്തിനുള്ള രൂപരേഖ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ മീഘ ഗോവർദ്ധൻ റെഡ്ഡി. അപ്പോ നമുക്ക് തുടങ്ങാം. ഏതൊരു സ്ഥലത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എപ്പോഴും തുടങ്ങുന്നത് അവിടുത്തെ മണ്ണിൽ നിന്നാണ്. വള്ളിക്കുന്നിന്റെ ഉള്ളറിയുകയാണെങ്കിൽ ആദ്യം അവിടുത്തെ മണ്ണിനെയും വെള്ളത്തെയും പിന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നമ്മൾ അറിയണം. ഇതൊരു ഗ്രാമീണ മേഖലയാണ്, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ടുതന്നെ മത്സ്യബന്ധനവും കൃഷിയുമൊക്കെയാണ് ഇവിടുത്തെ ജീവനാഡി. കടലിലെ ഓരോ മാറ്റവും കാലാവസ്ഥയിലെ ഓരോ വ്യതിയാനവും അവരുടെ ജീവിതത്തെ നേരിട്ടാണ് ബാധിക്കുന്നത്. ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും ഒരു കഥ പറയാനുണ്ടാവും. അതാണ് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നത്. വള്ളിക്കുന്നിന്റെ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കാൻ നമ്മൾ ഗൾഫിലേക്കുമൊന്ന് നോക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തിയ പ്രവാസി സമൂഹം ഇന്ന് ഒരു പുതിയ യാഥാർത്ഥ്യതയാണ് നേരിടുന്നത്. ഈ കണക്കുകൾ നോക്കൂ. 2018 12 ലക്ഷം പേർ മടങ്ങിയെത്തിയെങ്കിൽ വെറും 5 വർഷം കൊണ്ട് 2023 അത് 18 ലക്ഷമായി ഉയർന്നു. ഇത് വെറുമൊരു സംഖ്യയല്ല, ഓരോ വീട്ടിനെയും ബാധിക്കുന്ന വലിയൊരു സാമൂഹികവും സാമ്പത്തികവുമായ സമ്മർദ്ദമാണിത്. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഓരോരുത്തരും ഒരു ജോലിക്കും അതിലുപരി ജീവിതത്തിലൊരു അന്തസ്സിനും വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളും ആശങ്കകളുമാണ് ഈ മണ്ണിന്റെ പുതിയ സ്പന്ദനം. രാഷ്ട്രീയ ചർച്ചകൾ പലപ്പോഴും വലിയ വാഗ്ദാനങ്ങളെയും പദ്ധതികളെയും കുറിച്ചായിരിക്കും. എന്നാൽ ഒരു സാധാരണ വോട്ടറിന്റെ ജീവിതം തീരുമാനിക്കുന്നത് അതൊന്നുമല്ല, മറിച്ച് അവർ ഓരോ ദിവസവും അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. വിലക്കയറ്റം, കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ, അടിക്കടിയുണ്ടാകുന്ന കടലാക്രമണം, പിന്നെ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ. ഇതൊന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്ന വിഷയങ്ങളല്ല, മറിച്ച് ഓരോ ദിവസവും അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പരാതികളാണ്. ഈ ചെറിയ തീപ്പൊരികളാണ് പതിയെ പതിയെ ഒരു വലിയ അതൃപ്തിയായി മാറുന്നത്. ശരി, അപ്പോൾ ഈ വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ ഈ വിശകലനത്തെ നമ്മൾ 6 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1. യാഥാർത്ഥ്യങ്ങൾ. 2. പ്രധാന കണക്കുകൾ. 3. ജനവിധിയുടെ ഘടന. 4. മാറുന്ന സാഹചര്യങ്ങൾ. 5. ഭരണത്തിനുള്ള ഒരു രൂപരേഖ. അവസാനം മുന്നോട്ടുള്ള വഴി. നമുക്ക് ആദ്യം തന്നെ കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം. കാരണം ചിലപ്പോൾ വാക്കുകളെക്കാൾ വ്യക്തമായി കഥ പറയാൻ ഈ സംഖ്യകൾക്ക് സാധിക്കും. വള്ളിക്കുന്നിന്റെ രാഷ്ട്രീയ ചിത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. 2021 കണക്ക് നോക്കിയാൽ വള്ളിക്കുന്നിൽ ഏകദേശം 1,98,000 വോട്ടർമാരുണ്ട്. അതായത് ഏകദേശം 2 ലക്ഷത്തിനടുത്ത്. മലബാർ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണിത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു വലുപ്പം മനസ്സിലാക്കാൻ ഈ കണക്ക് നമ്മളെ സഹായിക്കും. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സൂചനയിലേക്കാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2011 ഏതാണ്ട് 72.5% 2021 76% മുകളിലായി. എന്താണിതിന്റെ അർത്ഥം? ഇവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ മടുപ്പില്ല, മറിച്ച് അവർ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ വർദ്ധിക്കുന്ന പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന പ്രതീക്ഷകളുടെയും ഒരുപക്ഷെ ക്ഷമയില്ലായ്മയുടെയും കൂടി ലക്ഷണമാണ്. 2021 തിരഞ്ഞെടുപ്പ് ഫലം നോക്കാം. UDFന്റെ ഭാഗമായ IUML 47.4% വോട്ടുകൾ നേടി വിജയിച്ചു. LDFന്റെ ഭാഗമായ INL 38.1% വോട്ടുകളുമായി 2ാം സ്ഥാനത്തും BJP 13.1% വോട്ടുകളുമായി 3ാം സ്ഥാനത്തും എത്തി. ഏകദേശം 14,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിജയിച്ചെങ്കിലും അവർക്ക് 50% വോട്ട് നേടാനായില്ല. 2011, 2016, 2021 ഈ 3 വർഷങ്ങളിലും തുടർച്ചയായി IUML ആണ് ഈ സീറ്റിൽ വിജയിച്ചത്. അതെ, ഇതൊരു കോട്ട തന്നെയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഏറ്റവും ശക്തമായ കോട്ടകൾക്ക് പോലും കാലക്രമേണ വിള്ളലുകൾ വീഴാം. ആ വിള്ളലുകൾ എവിടെയാണ്, അതിനെത്രത്തോളം ആഴമുണ്ട് എന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോ എന്തുകൊണ്ടാണ് നിലവിലെ ജനപ്രതിനിധി ഇവിടെ തുടർച്ചയായി വിജയിക്കുന്നത്? നമുക്ക് ആ ജനവിധിയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. വ്യക്തിപരമായ കഴിവുകൾക്കപ്പുറം ഇതിന് പിന്നിലുള്ള വ്യവസ്ഥാപരമായ ശക്തികളും അതുപോലെ ബലഹീനതകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വാട്ട് അനാലിസിസ് ഒന്ന് നോക്കൂ. ഒരു മുതിർന്ന നേതാവ്, വളരെ ശക്തമായ പാർട്ടി സംവിധാനം, ക്ഷേമ പദ്ധതികളുടെ കൃത്യമായ വിതരണം, ഇവയൊക്കെ അവരുടെ ശക്തിയാണ്. എന്നാൽ മറുവശത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിലെ മെല്ലെ പോക്ക്, പാർട്ടിയിലെ തന്നെ ചില വിഭാഗീയതകൾ, MLAയുടെ പ്രായം എന്നിവയൊക്കെ ബലഹീനതകളാണ്. അവസരങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് വെച്ചാൽ INLന്റെയും BJPയുടെയും തുടർച്ചയായ വളർച്ചയാണ്. നമ്മൾ നേരത്തെ കണ്ട വോട്ട് ശതമാനത്തിലെ കണക്കുകൾ ഈ ഭീഷണിയെ ശരിവയ്ക്കുന്നുണ്ട്.
ഈ കണക്കുകളും യാഥാർത്ഥ്യങ്ങളും കാണുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന തത്വം നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ ജനാധിപത്യത്തിൽ ഓരോ ശബ്ദത്തിനും വിലയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് കേവലം എന്തും പറയാനുള്ള അവകാശമല്ല, മറിച്ച് വസ്തുതകൾ നിരത്തി സംസാരിക്കാനും ബഹുമാനത്തോടെ സംവാദം നടത്താനും അതുവഴി നേതാക്കളെ ഉത്തരവാദിത്തമുള്ളവരാക്കാനുമുള്ള ഒരു അവസരമാണ്. വിവരമുള്ള ഒരു ജനതയാണ് ഏതൊരു ജനാധിപത്യത്തിന്റെയും അടിത്തറ. ശരി, ഇനി നമുക്ക് ഈ മണ്ഡലത്തിലെ മാറുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വോട്ടർമാർക്കിടയിൽ രൂപപ്പെടുന്ന പുതിയ ചിന്തകളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോട്ടയിലെ വിള്ളലുകൾ എവിടെയാണെന്ന് കുറച്ചുകൂടി വ്യക്തമായി കണ്ടെത്താൻ ശ്രമിക്കാം. ഈ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. 2ാം സ്ഥാനത്തുള്ള INLന്റെ വോട്ട് വിഹിതം 2016-ൽ 34% നിന്ന് 2021-ൽ 38% വർദ്ധിച്ചു. ഏകദേശം 4% വർധന. ഇതൊരു ചെറിയ മാറ്റമല്ല. ഇത് നിലവിലെ ജേതാവിന്റെ വോട്ട് ബാങ്കിൽ സംഭവിക്കുന്ന ഒരു നിശബ്ദമായ ചോർച്ചയാണ്. ഈ ചോർച്ച ഇതേപോലെ തുടർന്നാൽ ഭൂരിപക്ഷം പതിയെ ഇല്ലാതാകാം. വോട്ടർമാരുടെ ഈ അതൃപ്തിക്ക് പിന്നിലെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഇവയാണ്. 1. വിലക്കയറ്റം. 2. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവരുടെ തൊഴിലില്ലായ്മ. 3. ചില ജാതി വിഭാഗങ്ങൾക്കിടയിലുള്ള അവഗണന. പിന്നെ ക്ഷേമപദ്ധതികളോടുള്ള ഒരുതരം മടുപ്പ്. കാരണം ഒരു പെൻഷൻ സുരക്ഷിതത്വം നൽകുമെന്നത് ശരിയാണ്, പക്ഷേ ഒരു ജോലി നൽകുന്നത് അന്തസ്സാണ്. ജനങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് സൗജന്യങ്ങളല്ല, അവസരങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ എവിടെയാണ് ഏറ്റവും രൂക്ഷം എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഓരോ പഞ്ചായത്തിലെയും പരാതികൾ കേട്ട് ഒരു ഗ്രീവൻസ് ഹീറ്റ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ സമൂഹത്തിന്റെയും ശബ്ദം കേട്ടിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിലൂടെ ഉറപ്പാക്കുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. തേഞ്ഞിപ്പലം, പെരുവള്ളൂർ പഞ്ചായത്തുകളെ കാര്യങ്ങൾ നോക്കാം. തേഞ്ഞിപ്പലത്ത് പുതിയ കോളേജുകളും ഹോസ്റ്റലുകളും വേണമെന്നത് ഒരു പ്രധാന ആവശ്യമാണ്. ആരോഗ്യകേന്ദ്രത്തിൽ വലിയ വില കൊടുത്ത് MRI മെഷീൻ സ്ഥാപിച്ചു, പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ടെക്നീഷ്യനില്ല. പെരുവള്ളൂരിൽ എയർപോർട്ടിനടുത്തുള്ള മോശം റോഡുകളും ഗതാഗതക്കുരുക്കും ഒപ്പം കുടിവെള്ളക്ഷാമവുമാണ് പ്രധാന പ്രശ്നങ്ങൾ. പാതിവഴിയിലായ വാഗ്ദാനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രവർത്തിക്കാത്ത MRI മെഷീൻ. ഇനി വള്ളിക്കുന്ന്, മൂന്നിയൂർ പഞ്ചായത്തുകളിലേക്ക് വന്നാൽ വള്ളിക്കുന്നിലെ തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും കടലാക്രമണവുമാണ് പ്രധാന പ്രശ്നം. മത്സ്യത്തൊഴിലാളികൾക്ക് ജെട്ടിയുടെ അറ്റകുറ്റപ്പണികൾ അത്യാവശ്യമാണ്. അവരുടെ ജീവിതം തന്നെ കടലുമായി ബന്ധപ്പെട്ടാണ്. മൂന്നിയൂരിലാകട്ടെ മോശം ഗ്രാമീണ റോഡുകളും കൃത്യമല്ലാത്ത ബസ് സർവീസും കുടിവെള്ളക്ഷാമവുമാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ പഞ്ചായത്തിനും അതിൻ്റേതായ പരിഹാരം കാണാത്ത പ്രശ്നങ്ങളുണ്ട്. ഇവയൊന്നും വെറും പരാതികളായി കാണരുത്. ഇത് തകർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു ഭൂപടമാണ്. നൽകിയ വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയ കാര്യങ്ങളും തമ്മിലുള്ള ഈ വലിയ വിടവ് ഒരു നേതാവിന് എങ്ങനെയാണ് നികത്താനാവുക? അതാണിവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ, അതിന് കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്തണം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനുമുള്ള ഒരു കൃത്യമായ ബഹുമുഖ പദ്ധതിയെക്കുറിച്ചാണ്. പ്രവർത്തനത്തിനുള്ള ഒരു രൂപരേഖ. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് 4 തൂണുകളുള്ള ഒരു സമീപനമാണ്. 1. ശക്തമായ നിലപാടുകൾ. ഇത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഊന്നിയുള്ളതാകണം. 2. സ്ഥിരത. മതേതര ഭരണവും ക്ഷേമവും ഉറപ്പാക്കുക. 3. നൂതനാശയം. യുവാക്കൾക്കും ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർക്കും പുതിയ അവസരങ്ങൾ നൽകണം. 4. സംരക്ഷണം. തീരദേശവാസികൾ പോലുള്ള ദുർബലരായവരുടെ സംരക്ഷകനായി മാറണം. ഈ സമതുല്യമായ സമീപനം ഓരോ വിഭാഗം വോട്ടർമാരെയും അഭിസംബോധന ചെയ്യാൻ സഹായിക്കും. ഈ മാറ്റം കൊണ്ടുവരാൻ ഉടൻ തന്നെ ആരംഭിക്കേണ്ട 3 പ്രധാന പദ്ധതികളുണ്ട്. ഇതിനെ നമുക്ക് ആക്സിലറേറ്ററുകൾ എന്ന് വിളിക്കാം. 1. ജലവും ശുചിത്വവും. എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തിക്കുന്ന ഒരു മിഷൻ. 2. റോഡ് കണക്ടിവിറ്റി. മുടങ്ങിക്കിടക്കുന്ന എല്ലാ റോഡ് പണികളും പൂർത്തിയാക്കാൻ ഒരു സമയക്രമം നിശ്ചയിച്ച് പ്രഖ്യാപിക്കുക. 3. ഒരു യുവജന തൊഴിൽ കേന്ദ്രം. സൗജന്യമായി നൈപുണ്യ വികസന പരിശീലനം നൽകാൻ. ഈ 3 കാര്യങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്നത്തെ കാലത്ത് ഒരു ആധുനിക മൂല്യം കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഓരോ വോട്ടും പോലെ തന്നെ ഓരോ വ്യക്തിയുടെ ഡാറ്റയും വളരെ ആദരവോടെ കൈകാര്യം ചെയ്യണം. ഇന്ത്യയുടെ പുതിയ ഡാറ്റ നിയമങ്ങൾ അനുസരിച്ച് അത് ആളുകളുടെ സമ്മതത്തോടെയും വ്യക്തമായ ഉദ്ദേശത്തോടെയും മാത്രമേ ഉപയോഗിക്കാവൂ. ജനങ്ങളുടെ വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് പുതിയ കാലത്തെ ഏറ്റവും വലിയ വിശ്വാസലംഘനമാണ്. അപ്പോൾ ഈ വിശകലനങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഇനി നമ്മൾ അന്തിമ നിഗമനത്തിലേക്കും ഒരു ശുപാർശയിലേക്കും കടക്കുകയാണ്. വള്ളിക്കുണ്ണിന് മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണം? ഞങ്ങളുടെ ശുപാർശ ഇതാണ്. നിലവിലെ MLA അബ്ദുൽ ഹമീദ് മാസ്റ്ററെ തന്നെ നിലനിർത്തുക. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവപരിചയം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭരണരീതിയിലും മാറ്റം വരണം.
നമ്മൾ കണ്ടെത്തിയ ബലഹീനതകളെ അടിയന്തരമായി പരിഹരിക്കുക എന്നതാണ് മുന്നോട്ടുള്ള ഒരേയൊരു വഴി. സ്ഥിരത നല്ലതാണ്, പക്ഷേ സ്തംഭനാവസ്ഥ വളരെ അപകടകരമാണ്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഡേറ്റ നമുക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ഭൂപടം മാത്രമാണ്. പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് നേതൃത്വമാണ്. വിശകലനങ്ങൾ മാത്രം മതിയാവില്ല. ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉറച്ച ഇച്ഛാശക്തിയാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം mgr@blueprintstrategies.ai, ഫോൺ നമ്പർ 08042041602. ലക്ഷ്യബോധമുള്ള രാഷ്ട്രീയം.